ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവന്തികയോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് മോളുടെയും അനിയുടെയും നിശ്ചയം നടത്തണം, അത് ഈ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവന്തികയാണെങ്കിൽ അവന്തികയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശ അനിയേട്ടൻ ഇതിന് സമ്മതിക്കുമെന്ന്. കാരണം അനിയേട്ടൻ ഇപ്പോഴും നദുവിനെ കാണുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് ഞാനൊരു വാക്ക് തന്നായിരുന്നു, ആ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല. അവർ രണ്ടുപേരും ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ആരും അറിയാതെ ഈ ഒരു ചടങ്ങ് നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അവന്തിക അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇദ്ദേഹം എടുത്തു ചാടി ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് അബദ്ധത്തിൽ നിന്ന് ചാടാൻ നിൽക്കരുത്. എന്തബദ്ധം? ഒരബദ്ധവുമില്ല. അനിയോട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുമില്ല, ചോദിക്കുന്നുമില്ല. ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച നിശ്ചയം നടത്തും. അത് അവധിക മോളുമായിട്ട്. പിന്നെ നന്ദു അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. ഞാൻ കനകത്തിനും ഗോവിന്ദനും വാക്ക് കൊടുത്താണ് ഇനി അവനുമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന്. അതേപോലെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വീട്ടുകാരെല്ലാവരെയും വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കാര്യം പറയാണ്, അതെ, അവന്തികയുടെയും അനിയുടെയും നിശ്ചയം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ അച്ഛാ, എതിർപ്പോ? ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല, സന്തോഷം മാത്രമല്ലേ ഉള്ളൂ അച്ഛാ. പക്ഷേ അനിയോടും കൂടി ചോദിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അനിയോട് എന്തിനു ചോദിക്കുന്നു? അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളൊരു നിശ്ചയം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും മുതിർന്നവർ പറയുന്ന കേട്ട് ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു ചിലരുടെ വീട്ടിലുകൾ ഇളയവർ പറയുന്നതാണ് മുതിർന്നവർ കേൾക്കുന്നത്. ദൈവം സഹായിച്ച് അങ്ങനൊരു സംഭവം ഈ വീട്ടിലുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നടക്കുകയും ചെയ്യണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്ന് ദേവയാനി പറയുകയാണ്. അനിയുടെയും അവന്തികയുടെയും നിശ്ചയം നടത്തി വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അച്ഛാ. പിന്നെ അവന്തിക മോള് നല്ല മോള് തന്നെയാണ്, നല്ല സ്വഭാവമാണ് അവളുടെ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അജയനാണെങ്കിൽ അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. അപ്പം അജയൻ പറയാണ്, അത് പിന്നെ അച്ഛാ, വേറൊരു കാര്യമുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് അനിയോട് ആദർശും നയനയും സംസാരിച്ചിരുന്നേച്ചതാ. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നും ഈ കല്യാണത്തോട് ഇഷ്ടമില്ല എന്നൊക്കെയാണ് ആദർശ് നയനയും ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ആദർശ് നയനയും ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവൻ്റെ മനസ്സ് മാറാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ, നിങ്ങളോട് ആര് പറഞ്ഞ് ആവശ്യമില്ലാത്തവരോട് സംസാരിക്കാനൊക്കെ? ഇവിടെ നിന്ന് പോയവർ രണ്ടുപേരാണ്. അവരോട് ഈ വീട്ടിലെ കാര്യം പറയേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി അവരോടും ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു? അതിൻ്റെ കാര്യമൊന്നുമില്ല. ഒരു ആദർശമുണ്ട്, നയനയുണ്ട്. ഇവരോട് എന്ത് കാര്യം പറയും? ഞാൻ പറയുന്നതാണ് ഇവിടെ ഇത്. അല്ലാതെ മറ്റുള്ളവരെ അഭിപ്രായം കേൾക്കേണ്ട യാതൊരു കാര്യവും ഈ കുടുംബക്കാർക്കില്ല എന്ന് മുഖത്തടിച്ച പോലെ മുത്തശ്ശൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ദേവയാനിക്കത് സങ്കടമായെങ്കിലും മുത്തശ്ശി ചിരിച്ചോടെ നിൽക്കുക. കാരണം മുത്തശ്ശൻ്റെ മനസ്സ് നന്നായിട്ട് തന്നെ അറിയാമല്ലോ മുത്തശ്ശിക്ക്. ഇപ്പോഴേ നയനയ്ക്കും അറിയാം മുത്തശ്ശൻ്റെ മനസ്സ് എന്താണെന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. അപ്പോൾ നവീന് എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ്റെ മുത്തശ്ശൻ വരിക. എന്നിട്ട് മോനെ നവീനെ, എനിക്ക് മോനോട് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതീവ രഹസ്യമാണേ, വേറെ ആരോടും പറയാനായിട്ട് നിൽക്കരുത്. ഇല്ല മുത്തശ്ശൻ എന്താ പറയാനുള്ളത്? അതെ, പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കണം. അതിപ്പിന്നെ അനന്തമൂർത്തി വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ അനന്തപുരിയിൽ ഒരു ചടങ്ങ് നടക്കാനായിട്ട് പോവുകയാണെന്ന്. എന്ത് ചടങ്ങ്? ഏത് ചടങ്ങെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ അനിയുടെ ഒരു നിശ്ചയമാണ്. അത് പെണ്ണ് മറ്റാരുമല്ല, നിനക്ക് വേണ്ടി ആദ്യം നിശ്ചയിച്ച പെണ്ണില്ലേ അവന്തിക. അവന്തികയുമായിട്ടുള്ള നിശ്ചയമാണ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട നവീന് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പം നവീൻ പറയാണ്, ആണോ മുത്തശ്ശ? സത്യമാണോ പറഞ്ഞത്? അതെ, സത്യം തന്നെയാണ് പറഞ്ഞത്. അനിയുടെയും അവന്തികയുടെയും നിശ്ചയം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതീവ രഹസ്യമായിട്ടാണ് ഈ നിശ്ചയം നടത്താനായിട്ട് പോകുന്നത്. കാരണം ഈ അനിയുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്നത് അത് വലിയൊരു ആപത്തിലേക്ക് വന്ന് നയിക്കും. അതുകൊണ്ടാണ് ആരെയും വിളിക്കാതെ. പക്ഷേ ചില അടുപ്പുള്ളവരെ മാത്രമേ മൂർത്തി വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്. അതേതായാലും നന്നായി, രക്ഷപ്പെട്ടു എന്ന് പറയാണ്.
രക്ഷപ്പെട്ടെന്നോ? അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അതൊന്നുമില്ല മുത്തശ്ശ, ഞാൻ അവളെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ലാതെ ഞാൻ അവളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര നിരാശയായിരുന്നു. അപ്പോൾ ഏതായാലും അനിയുടെ കല്യാണം, അനിയും അവന്തികയുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്ന അറിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയേറെ ആശ്വാസം തോന്നി. അവന്തികയെക്കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ഇപ്പം നല്ല ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മുത്തശ്ശ. അല്ല മോനെ, നീ ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവോ? നിന്നെക്കാലം ഇളയതാ അനി. എന്നിട്ട് ആദ്യം അവൻ്റെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം താറുമാറായി പോയി. ഇപ്പോഴേ അവൻ്റെ വേറൊരു കല്യാണം നടക്കാനായിട്ട് പോകുന്നു, നിശ്ചയം നടക്കാനായിട്ട് പോവാണ്. നിനക്കെന്താ കല്യാണമൊന്നും വേണ്ടേ? നീ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ആരാണെന്ന് പറയാനുള്ള സമയമൊന്നും ആയില്ലേ മോനെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ആയി മുത്തശ്ശ. പക്ഷേ അത് പറയാനായിട്ടൊരു ടെൻഷനുണ്ട്. കാരണം അത് പറഞ്ഞു കഴിയാൻ നേരത്ത് അമ്മ സമ്മതിക്കൂല, അതുകൊണ്ടാണ്. എന്നാലും പറയണമല്ലോ, പറയാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. കാരണം നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയണ്ടേ, എന്നാലല്ലേ കല്യാണം നടത്താനായിട്ട് പറ്റുള്ളൂ. അത് മുത്തശ്ശ പറയും. പക്ഷേ അവളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അത്ര പെട്ടെന്നൊന്നും ആണുങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്തോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പക്ഷേ ഇനി വേറൊരു കല്യാണം കഴിഞ്ഞ് പോയാലോ അവള്? അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. വേറൊരു കല്യാണത്തെക്കുറിച്ച് അവൾ ചിന്തിക്കേയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാ. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അവളുടെ പിന്നാലെ തന്നെ നടക്കുന്നത് മുത്തശ്ശ. സമയമാകുമ്പോൾ എല്ലാവരോടും തുറന്നു പറയുമെന്നേ, കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ സംസാരിക്കുകയാണ്. ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ഇതിൽ ഞാൻ എതിരഭിപ്രായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. ആ സമയത്താണ് നവീൻ്റെ കോള് വരുന്നത്. അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അനി എന്താടാ പറയടാ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീനാണെങ്കിൽ ഹടാനി കൺഗ്രാജുലേഷൻസ്, നിന്റെ കുടുംബത്ത് ഒരു ഇത് പരിപാടി നടക്കാനായിട്ട് പോവാണല്ലോ. ഏതായാലും നല്ല മംഗളകരമായ ആശംസകൾ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നും അറിയാത്തതുപോലെ, എല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് നീ എന്താണ് ഒന്നും അറിയാത്തതുപോലെയൊക്കെ പറയുന്നത്? എന്ത് നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന്? ഞാനൊന്നും അറിഞ്ഞില്ല. നീ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പം നീ അറിഞ്ഞില്ലേ? എടാ, നിന്റെ നിശ്ചയം തീരുമാനിച്ചു. നിന്റെയും അവന്തികയുടെയും നിശ്ചയം ഈ ഞായറാഴ്ചയാ. എത്ര പെട്ടെന്ന് നടക്കാനായിട്ട് പോകുന്നല്ലേ? അതെ, ഞങ്ങളറിഞ്ഞ എങ്ങനെയെന്നറിയാവോ? നിന്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരും അറിയാതെ ചെറിയൊരു ചടങ്ങ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ, സന്തോഷമായില്ലേ? എന്തായാലും അവന്തികയെ തന്നെ നിനക്ക് കിട്ടും. അവൾക്കൊരു നല്ലൊരു ജീവിതം കൊടുക്കടാ, അതായിരിക്കും നല്ലത്. എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വെക്കുക. അനിക്കാണെങ്കിൽ കാലി വന്നിട്ട് ഒരവസ്ഥയും ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു വീട്ടിലേക്ക് കയറി വരിക. അപ്പം നന്ദു വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോയി. കാരണം നന്ദുവിൻ്റെ നെറ്റിയിലൊരു മുറിവുണ്ട്. മോളെ നന്ദൂട്ടാ, ഇതെന്താ പറ്റിയത്? ഇതെന്താ നിൻ്റെ നെറ്റിയിൽ ഒരു മുറിവൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മേ, ഞാനിന്നലെ മീറ്റിങ്ങിന് പോയായിരുന്നല്ലോ പോലീസ് ക്വാർട്ടേഴ്സിൽ. അത് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ എന്നെ കുറേ ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നോ? അതെ, ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എന്നെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാന്. കൊല്ലാൻ കത്തിവരെടുത്തതാ. ആ സമയത്തെ രക്ഷകനായിട്ട് ആദർശേട്ടൻ വന്നു. ആദർശേട്ടൻ വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവരുടെ കത്തിക്ക് ഞാൻ ഇരയായാനായിരുന്നു അമ്മേ എന്ന് പറയുകയാണ്. മോളെ, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളോടൊന്നും പറയാതിരുന്നത് എന്ന് ഗോവിന്ദനൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെങ്ങനെ പറയാനാ? പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കില്ലായിരുന്നോ? ഇപ്പം പറയാത്തത് കൊണ്ട് ഇതുവരെ നിങ്ങൾ ടെൻഷൻ അടിച്ചില്ലല്ലോ. ഇവിടെ വന്നത് കൊണ്ടല്ലോ ടെൻഷൻ അടിച്ചത്. ആദർശേട്ടൻ എന്നെ രക്ഷിച്ചുകൊണ്ട് നേരെ നാനേച്ചിയുടെ അടുത്താണ് കൊണ്ടുപോയത്. പിന്നെ നാനി ചേച്ചിയും ആദർശേട്ടനൊക്കെ പറഞ്ഞു അമ്മയുടെ അച്ഛനോട് ഇപ്പം ഈ സത്യങ്ങളൊന്നും പറയണ്ടായെന്ന്. അവിടെ ചെല്ലുമ്പോൾ അവർ അറിഞ്ഞാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ ഇരുന്നു. എൻ്റെ പൊന്നു മോളെ, സൂക്ഷിക്കണ്ടേ. എന്തൊക്കെ ആപത്തുകളാണ് വന്നു കൂട്ടുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു പോകണ്ടേ അമ്മേ? ഞാനൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എനിക്ക് നടന്നല്ലേ പറ്റുള്ളൂ. എൻ്റെ ചുറ്റിലും ചിലപ്പോൾ ശത്രുക്കളുണ്ടാകും. പക്ഷെ ശത്രുക്കളെല്ലാം പേടിച്ചിട്ട് വീട്ടിൽ കുത്തിരിക്കാനായിട്ട് പറ്റുമോ? അതിപ്പോൾ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നതാണോ അമ്മേ എന്നൊക്കെ പറയാ. പിന്നെ നന്ദൂട്ടാ, എനിക്കേ
നന്ദൂട്ടനോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എന്താമ്മേ, എന്ത് പറയാനുണ്ടെന്ന്? അതെ, ഈ ഞായറാഴ്ച അനന്തപുരിയിൽ ഒരു ചെറിയൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ചടങ്ങോ? എന്ത് ചടങ്ങ്? അത് വേറൊന്നുമല്ല, അനിയുടെയും അവന്തികയുടെയും നിശ്ചയമാണ് ഈ ഞായറാഴ്ച. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് വല്ലാത്തൊരു ടെൻഷനും സങ്കടമൊക്കെ തോന്നുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ പൊയ്ക്കോളാം. അനന്തപുരിയിലെ നിശ്ചയത്തിന് മോള് വരണ്ട, മോൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. എന്തിനാ വെറുതെ അങ്ങോട്ടൊക്കെ വരുന്നത്? ഒരു നിശ്ചയം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ആരും അറിയാതെ നടത്തുന്ന ഒരു ചടങ്ങാണേ. അപ്പം ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ, അതിനു മുമ്പ് തന്നെ ഒരു ചടങ്ങ് നടത്തി വെക്കാമെന്ന് ഇവർ ചിന്തിച്ചു. അത്രയും മാത്രമേ ഉള്ളെന്നൊക്കെ പറയാം. മോളെ നന്ദൂട്ട, നീ ഒരിക്കലും അനിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാനായിട്ട് പാടില്ല. അത് അവനോട് ചെയ്യുന്ന വലിയ ചതിയായിരിക്കും. ഇപ്പോൾ അവന്തിക മോളും അനിയും തമ്മിൽ കല്യാണമൊക്കെ നടന്ന് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ, അതായിരിക്കും നല്ലത്. അതിനിടയിൽ കയറി മോള് ഒരു കല്ലുകടിയായിട്ട് തീരരുത്. അമ്മേ, ഞാൻ ആരുടെയും ജീവിതം തകർക്കാനായിട്ട് പോകുന്നില്ലമ്മേ. അവരുടെ ആഗ്രഹം എന്താണോ അതേപോലെ തന്നെ നടക്കട്ടെ, എനിക്കിപ്പോൾ അതിൽ യാതൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദേട്ട കണ്ടില്ലേ, നമ്മൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെ മുഖഭാവം മാറിയത് കണ്ടില്ലേ? അവൾക്ക് ഇപ്പോഴും നന്ദുവിനോട് ഈ അനിയോട് എന്തോ അടുപ്പമുണ്ടെന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ അനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ. നമുക്ക് മൂർത്തി സാറ് ഒരു വാക്ക് തന്നിട്ടുണ്ടല്ലോ, ആ വാക്കിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം പിന്മാറുക തന്നെ ചെയ്യില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ആ ഒരു ആശ്വാസത്തിലാണ് ഞാനും ഇരിക്കുന്നത് എന്നും പറയാ. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ പാഞ്ഞു കയറി വരികയാണ്. അപ്പോൾ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ, എടാ അനി, അതെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ വരുന്ന ഞായറാഴ്ച ഞാൻ അറിഞ്ഞു എൻ്റെ നിശ്ചയം അല്ലേ. എന്നോട് ചോദിക്കാതെ എൻ്റെ നിശ്ചയം നടത്താനായിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് പെണ്ണ് അവന്തിക. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് അവന്തിക ആ രീതിയിൽ കാണാനായിട്ട് കഴിയില്ല എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവന്തികയെ കല്യാണം കഴിക്കണം പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കുന്നത്? എൻ്റെ മനസ്സ് നിങ്ങൾ നോക്കുന്നില്ലേ? ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ വരികയാണ്. മുത്തശ്ശൻ വന്നിട്ട്, അതെ, ആരും അറിയാതെ ഈ ഒരു ചടങ്ങ് നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇനിയിപ്പോൾ നിന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കിപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ മനസ്സോടെ നടക്കാനാണ് ആഗ്രഹം. നീ കല്യാണം വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? നന്ദു നിന്റെ മനസ്സിലായുള്ളത് കൊണ്ടാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അനിയൊന്ന് അടി പതറി പോവാണ്. മുത്തശ്ശ, ഞാൻ പറഞ്ഞല്ലേ മുത്തശ്ശ, എനിക്ക് അതുകൊണ്ടൊന്നും അല്ല. ഞാൻ അവളെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. ചെറുപ്പം മുതലേ ഞാൻ അവളെ കാണുന്നതല്ലേ. അതുകൊണ്ട് അവളെനിക്കൊരു ഭാര്യയായിട്ടൊന്നും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അത് ഞാൻ പല പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് മുത്തശ്ശ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ഇങ്ങനെ നിർബന്ധിക്കും? കാരണം നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കില്ലെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് തെറ്റിക്കാനും പാടില്ല. പിന്നെ നിന്നെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്ത. നീ ഇങ്ങനെ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും സംശയിക്കുന്നുണ്ട് നിനക്ക് നന്ദുവിനോട് ഇപ്പോഴും അടുപ്പമുണ്ടോ എന്ന്. ഇനി ഞാൻ കൊടുത്ത വാക്ക് തെറ്റിക്കാനുള്ളൊരു രീതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇത് കേട്ടാ അനിയാകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പറയണ, കേട്ടോ മോനെ അനി, അതുകൊണ്ട് മുത്തശ്ശൻ പറയുന്ന പോലെ കൊണ്ട് കേൾക്ക്. അതെ, എല്ലാവർക്കും അവരുടേതായ സന്തോഷം, എല്ലാവരും അവരുടേതായ സന്തോഷങ്ങളാണ് പറയുന്നത്. പക്ഷെ എൻ്റെ സന്തോഷം എന്താണെന്ന് ആരും കണ്ടെത്തുന്നുമില്ല, ചോദിക്കുന്നുമില്ല. അവന്തിക്ക് ഒരു കാര്യം വന്ന് പറഞ്ഞു, അപ്പോൾ അവന്തികയുടെ താല്പര്യങ്ങൾ നിങ്ങളെല്ലാം ഉൾക്കൊണ്ടു. പക്ഷെ എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നുമില്ല. ഇതൊക്കെ എവിടത്തെ ന്യായമാണ്? എനിക്ക് എൻ്റെതായ സന്തോഷവും സമാധാനമൊക്കെ ഇല്ലേ, അതൊന്നും ആരും നിശ്ചയിക്കുന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോവാണ്. അപ്പോഴൊക്കെ മുത്തശ്ശൻ പറയണം, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചടങ്ങ് ഈ ഞായറാഴ്ച നടത്തും. അപ്പോൾ നമ്മുടെ ഈ ജാനകിയും പറയണം, അതെ അത് നടത്തണം. പിന്നെ നന്ദു, അവളെ ഈ കുടുംബത്തിലേക്ക് മരുമകളായി കയറ്റാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അവള് ഭയങ്കര അഹങ്കാരിയാണ്. ഇവിടെ രണ്ടെണ്ണത്തിനെ കയറ്റിക്കൊണ്ട് വന്നായിരുന്നു. അതിൽ മൂത്തവളില്ലേ നവ്യ, അവൾ എന്താ അഹങ്കാരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്.
പക്ഷേ നയനമോൾ അങ്ങനെയല്ലല്ലോ ജാനകി എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ നയനയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവൾ ഈ കുടുംബത്തിലെ വിളക്ക് തന്നെയാണ്, അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ നന്ദുവും കൂടി ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ഇടിയും കൂടിയും കൊള്ളാനായിട്ട് വയ്യ. അതുകൊണ്ട് നന്ദു ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് എന്ന് ജാനകിയും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.